ദസറ ഫെസ്റ്റിവൽ ആഗ്രഹിച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബാക്കിലേക്ക് റംഷാദ് കുറേ കാലമായി ലാസ്റ്റ് ബസ്സിന് കയറി പോകാൻ നിൽക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആ സ്റ്റാറ്റസ് എന്നിട്ട് നേരെ കയ്യൊന്ന് വെച്ചു ഓനെ കൂട്ടി ബാക്കിൽ മറ്റുള്ള സാബിത്ത് താനൂർ സ്ഥലം ഇത് നമ്മളെ സബാൻ പണിയൊക്കെ ഇട്ടെറിഞ്ഞ് പോകുന്നതാണ്. ഷൂക്കോനോടൊക്കെ 2 ദിവസം ലീവ് പറഞ്ഞ് പോകുന്നതാണ്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു എല്ലാവരും അതിന്റെ കൂടെ നിൽക്കുന്ന കേട്ടിട്ട് ലോകം മൊത്തം അതാണ് സംഭവിച്ചത്. ഞാൻ അവിടെ പോയി കിട്ടും ബാക്കി പണി ഉണ്ടാവോ അതോ മറ്റേ റിസൈലേറ്റർ അവിടെ ഉണ്ടാവോ? എന്തായാലും രാത്രി 12 മണി നമ്മള് പെരേന്ന് ഇറങ്ങി. ഇത് പറയാം ഏകദേശം 12 കഴിക്കണേ. ഇപ്പോ നിലവിൽ സമയം 1:43. സ്ട്രൈറ്റ് നമ്മള് വയനാട് വഴി അല്ലേ? വയനാട് വഴി ബന്ദിപ്പൂര് ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഓപ്പൺ ആവുമെന്ന് വിചാരിക്കണം. സ്ലോ ആയിട്ട് അവിടെ പോണ്. നേരെ മൈസൂർ പോണ്. ദസറ ഫെസ്റ്റിവലാണ് മെയിൻ. ഒക്ടോബർ 2 വരെയാണ് അതുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ 3-4 സ്പോട്ടുകളുണ്ടല്ലോ. ശിവമുട്ടെന്ന് മാക്സ് മ്യൂസിയം, നമ്മളെ കാറിൻ്റെ മ്യൂസിയം, പിന്നെ അവിടെ ഇങ്ങനെ നല്ലൊരു ചില സ്പോട്ടുകളും കൂടെ കറങ്ങണം. എന്തായാലും ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി സംഭവം. എന്താ രസം. ഹോട്ടല് പറ്റി ഉണ്ട് അത്യാവശ്യം ഫുഡിന്റെ ഈ ഏരിയക്ക് വരാന്നുണ്ട്. ഇത് ബസ് സ്റ്റാൻഡ് അല്ലേ? KSRTC അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡ്. 24 hours. അതെ. ഇപ്പൊ സമയം 2:57. പ്രൈസ് കൊണ്ടും വലിയ കുഴപ്പമില്ല. ബന്ദിപ്പൂർ റോഡ് ഡ്രൈവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവെ ഉറങ്ങലില്ല. പക്ഷേ ഈ ട്രിപ്പിൽ ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയി. വണ്ടി സൈഡിലേക്ക് പോയി. ഷെബാൻ എന്നെ വിളിച്ചു. ഞാൻ ഉണർന്നു. സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഷെബാൻ്റെ കയ്യിൽ വണ്ടി കൊടുത്തു. ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു അനുഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ യാത്രകൾ ഏത് പോകാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ യാത്രകൾ പോകുമ്പോൾ ഏറ്റവും വേണ്ട മിനിമം റെസ്റ്റ്, ഫുഡ്, അതേപോലെ നമ്മളെ ഫ്രഷ് ആവൽ, ഈ സംഗതികൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഈ നായ്പ്പാച്ചിൽ പാഞ്ഞിട്ട് എന്താ പറയുക, നമ്മളെ ബോഡി കൊണ്ടും ശരി ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്താലും റാത്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പിനോട് എനിക്ക് പൊതുവെ താല്പര്യമില്ല. ഇനി നമ്മളെ കൂടെ ആളുകളില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വണ്ടി സ്റ്റോപ്പ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, എന്നിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴും ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ലൈറ്റ്. നമ്മൾ എന്തെങ്കിലും അപകടം പറ്റുന്നേക്കാൾ നല്ലത് ലേറ്റ് ആവുന്നത് തന്നെ. സമയം 7:05. ബന്ദിപ്പൂർ ഫോറസ്റ്റ്. ഏകദേശം ഒരു 6 മണിയോടെ കൂടെ ബന്ദിപ്പൂർ എത്താമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നത്. 1 മണിക്കൂർ ലേറ്റായിട്ട്, അതായത് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയ ആ സമയം ലേറ്റായിട്ട്, ഫ്രഷ് ആവാൻ ഇറങ്ങിയ ആ സമയം ലേറ്റായിട്ട്, ബാക്കി നമ്മൾ 7 മണിയോട് കൂടെ ബന്ദിപ്പൂർ എത്തിയിട്ടുണ്ട്. പിന്നെ മുന്നിൽ ഈ കാണുന്ന ബ്ലോക്ക് അവിടെ ബന്ദിപ്പൂരിൽ കയറാനുള്ള എൻട്രിയുടെ അവിടെയുള്ള ബ്ലോക്കാണ്. അവിടെ ചെറിയൊരു ഫീ കെട്ടിയിട്ട് അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ആ റോഡിൽ കയറാൻ വേണ്ടി. ആൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റോളം നമ്മളവിടെ ബ്ലോക്കിൽ നിന്നു. പിന്നെ ടിക്കറ്റ് എടുത്തു, ഉള്ളിൽ കയറി. ബന്ദിപ്പൂരിൻ്റെ ഉള്ളിൽ 20 രൂപ ടിക്കറ്റ്. കർണാടക വഴി കയറുമ്പോൾ റെസ്റ്റോ കഴിഞ്ഞു, ചാർജായി. വീണ്ടും ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നു. കാറിൻ്റെ ഉള്ളിൽ പിന്നെ മൊത്തത്തിലൊരു കൂളിംഗ് ആയതുകൊണ്ട് തന്നെ AC ഒക്കെ ഓഫാക്കി, ഗ്ലാസ്സൊക്കെ താത്തി കുറച്ച് നാച്ചുറൽ എയറൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ പോയി. കുറച്ച് കുരങ്ങന്മാരെ വെച്ചിട്ട് ആന, പുലി, മാന്, കാട്ടുപോത്ത്, ഈ വക ഒരു സാധനത്തിന് നമ്മൾ ആ ബോർഡർ മീൻസ് ഫോറസ്റ്റ് ക്രോസ് ചെയ്യോളം കണ്ടിട്ടില്ല. രാവിലെ നമ്മൾ ഫ്രഷ് ആവിച്ചിട്ടാണ്
ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇവിടെ അങ്ങോട്ട് പോണ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിൽ കയറാൻ ചെന്നപ്പോഴാണ് അവിടെ സെക്യൂരിറ്റി പറഞ്ഞത് അതിൽ വെള്ളമില്ലാന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഫ്രഷ് ആകാൻ പറ്റിയിട്ടില്ല, ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഒരു മിനറലിൻ്റെ ബോട്ടിൽ വെള്ളം മേടിച്ചു, അവിടുന്ന് ചായ കുടിച്ചു. അവിടുന്ന് അല്ലറ ചില്ലറ ഫ്രഷായി ബ്രഷും കാര്യങ്ങളൊക്കെ അവിടുന്നാണ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഓൾമോസ്റ്റ് ഗുണ്ടൽപേട്ട് എത്തി. ഇവിടെ ഏകദേശം 20 രൂപ കൊടുത്താൽ വരുന്ന വഴിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നേരെ സൺഫ്ലവറിൻ്റെ ഇടയിൽ അപ്പുറത്ത് സൺഫ്ലവർ ഓയിൽ കൊടുക്കുന്നത്. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നല്ല ഭംഗി ഇത് കാണാൻ. ഫസ്റ്റ് കണ്ട പാടിനെ നിർത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി. ഈ സ്പോട്ട് കഴിഞ്ഞിട്ടും 2-3-4 സൺഫ്ലവറിൻ്റെ സ്പോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. इडली वड़ा, कारा बात, केसरी बात, चौचा बात, रईस बात, पूरी, मसाला डोसा, प्लेन डोसा, आनियन डोसा, बटर मसाला, मैसूर मसाला, ओवन मसाला, गिरोस. ഞാൻ എടുത്ത പണികളിൽ ഒരു ജോബാണ് ഈ വെയിറ്റർ എന്നുള്ളത്. കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ കുറച്ച് എനർജിയിൽ സന്തോഷത്തോടെ നമ്മൾ മെനു പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവരെടുത്ത് പെട്ടെന്ന് ടച്ച് വരാനും നമുക്ക് ടിപ്പ് ഇട്ടാനൊക്കെ ഉള്ള നല്ലൊരു മാർഗം കൂടിയാണ് അത്. പിന്നെ ഞങ്ങളെ വൈബ്. യാത്രൻ്റെ ഇടയിലുള്ള നല്ല പാട്ടുകൾക്ക് റംഷാനെ കോണ്ടാക്ട് ചെയ്താൽ മതി. റംഷാൻ്റെ 2-3-4 അടിപൊളിയായി പാടുന്ന വരികൾ ഇന്ത്യ ഇൻസ്റ്റയിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തല്ലുംപിടിയൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ആയിട്ട് ഇതാ സാൻഡ് മ്യൂസിയം. തല്ലുംപിടിയൊക്കെ കഴിഞ്ഞെന്ന് പറയാൻ കാരണം ഞങ്ങൾ വന്ന റൂട്ട് കോഴിക്കോട്, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, ഗുണ്ടൽപേട്ട് വഴിയാണ്. അങ്ങനെ വരുന്ന ടോളിൽ അതായത് KL വണ്ടി കാണുമ്പോൾ പൊതുവെ നമ്മൾ അന്വേഷിച്ചിടത്തോളം നമുക്ക് കിട്ടുവരും KL എന്നുള്ള വണ്ടി രജിസ്ട്രേഷനിൽ വണ്ടി കണ്ടാൽ ആ ഒരു സ്കാനർ വർക്കിംഗ് ഇല്ല എന്ന് പറയാം. എന്നിട്ട് പൊതുവെ നമ്മളെ ഫാസ്ടാഗിന് കൂടുതൽ എമൗണ്ട് ഈടാക്കുക, ആ ഈടാക്കിയ എമൗണ്ടിന് റെസീറ്റ് തരാതിരിക്കുക, പിന്നെ വെറുതെ ആളുകളായിട്ട് സ്വീപ്പാക്കുക. നമ്മളൊക്കെ ഒന്ന് കൂടുതൽ എമൗണ്ട് നമ്മളിട്ട് ശാമ്പാന്ന് പറയില്ലേ ഈ കൺസെപ്റ്റ്. അതേമാതിരി നമ്മൾ ആദ്യം അവിടെ ചെന്ന് നിർത്തി ഒരു സ്കാൻ ചെയ്തിട്ട് സ്കാൻ ആവണില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ മുമ്പ് ടോൾ ഉണ്ടായിട്ടുണ്ട്, സ്കാൻ ചെയ്തിട്ടുണ്ട്, എമൗണ്ട് നമ്മളിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞത് നമ്മളതിൽ ബാലൻസ് ഇല്ല എന്നാണ്. ബാലൻസ് അവിടെ കൊടുക്കേണ്ട എമൗണ്ട് 100 മാക്സിമം 100 അല്ലെങ്കിൽ 100-ൽ താഴെയാണ്. ആ പറയപ്പെട്ട എമൗണ്ട് ബാലൻസ് ഉണ്ടോ എനിക്ക് ബാലൻസ് കാണിച്ചു കൊടുക്കുകയും ചെയ്ത്. ചുരുക്കി പറഞ്ഞാൽ 10 മിനിറ്റോളം ഏകദേശം അവിടെ ഭയങ്കര ഒച്ചുംവിളി, ബാക്കിൽ വണ്ടികൾ വന്ന് ലൈനായി ബ്ലോക്കായി ഓണടിയായി. അങ്ങനെ ഓൻ എൻ്റെ ഫോൺ നോക്കട്ടെ ബാലൻസ് നോക്കാനെന്ന് പറഞ്ഞു. ഫോൺ കൊടുത്തിട്ട് ഓനക്ക് ഫോൺ നമ്മളെ പിടിച്ചേക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല പറഞ്ഞു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അതിന് വേറെ ആളെ നോക്കുമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അടിയില്ലാത്തൊക്കെ കഴിഞ്ഞു. അതിലടക്കം ഒരുത്തൻ കൈയായിട്ട് ഓങ്ങിക്കാണ്ട് വന്നു നമ്മളെ ഒപ്പമുള്ള ഒരാളെ നേരക്ക്. യാത്രൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഈ ഉറക്കവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ ഉറക്കത്തിൻ്റെ ഇടയിൽ നിന്ന് ഉണരുന്നത് ഈ ഒച്ചവിളിയും കേട്ടിട്ടാണ്. എന്നിട്ട് കേൾക്കുന്നത് പോലെ ഈ മുടന്ത ന്യായങ്ങളും ബാലൻസ് ഇല്ല, അതില്ല, അത് വർക്ക് ചെയ്യണില്ല, അതിപ്പോൾ നമ്മൾ പ്രശ്നമില്ലല്ലോ ഓലെ സ്കാനർ വർക്ക് ചെയ്യാത്തത്. ചുരുക്കി പറഞ്ഞാൽ ലാസ്റ്റ് കൈയായിട്ട് ഓങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തല്ലിക്കാന്ന് പറഞ്ഞു. നമ്മളാ ഉറക്കത്തിൽ നിന്ന് ജനിച്ച പ്രശ്നമൊന്നും ഇവൻ്റെ ഈ കാട്ടിക്കൂട്ടലൊക്കെ പാടായിട്ട് പിന്നെ ഓല് ഒരു 4-5 ആൾക്കാർ കൂടിയിട്ട് ഓല് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരം നോക്കി. നമ്മളെ സ്റ്റാൻഡിൽ തന്നെ നിന്നു. ലാസ്റ്റ് ചുരുക്കി പറഞ്ഞാൽ അടിയില്ലാത്തതൊക്കെ കഴിഞ്ഞു. കൂടുതൽ വഷളാക്കണ്ട എന്നുള്ള നിലക്ക് റംഷാദ് 100 രൂപ എടുത്ത് കൊടുത്തു. ഓല് റെസീറ്റ് ഒന്നും തന്നില്ല. അങ്ങനെയാണ് അവിടുന്ന് ടോൾ പൊന്തിച്ചിട്ട് നമ്മൾ പിന്നീട് യാത്ര തുടങ്ങുന്നത്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ആ പരിപാടികൾ ആ തല്ലുംപിടി കഴിഞ്ഞിട്ടാണ് നമ്മൾ സാൻഡ് മ്യൂസിയത്തിൽ എത്തുന്നത്. സാൻഡ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ഈ പറഞ്ഞ റൂട്ടിൽ മൈസൂർക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് വരുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മളെ റൂട്ടിൽ ഫസ്റ്റായിട്ട് വരുന്ന സ്പോട്ട് സാൻഡ് മ്യൂസിയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സാൻഡ് മ്യൂസിയത്തിൽ കയറാൻ കാരണം. പോണ റൂട്ടിലുള്ള സ്പോട്ടുകൾ കവർ ചെയ്തുകൊണ്ട് അങ്ങനെ മൈസൂർക്ക് എത്താമെന്നാണ് നമ്മളെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഇവിടെ കുറേ ഡിസ്നി ക്യാരക്ടേഴ്സ് ഉണ്ട്.
വിൻറ്റേജ് കാർ, സാന്റാ ക്ലോസ്, वाइल्ड लाइफ। ലോർഡ് ഗണേഷ് ഒരുപാട് ഷോപ്പുകളുണ്ട്. ചോക്ലേറ്റ്സ്, സ്റ്റാച്യൂസ്, ആൻറ്റിക്യൂസ്, ഓർണമെന്റ്സ്, ബാഗ്സ്, ഫാൻസി ഐറ്റംസ്. അതേപോലെ തന്നെ ഉണ്ട്. ട്രംപോളി ഉണ്ട്. ഉള്ളിൽ കയറി ഏകദേശം എല്ലാവരും ഇഷ്ടമുള്ള കണ്ട് വഹിച്ചു വിടാം. ഞങ്ങൾക്ക് ചവിട്ടാനായിട്ടൊരു പൂളുണ്ട്, ബോട്ട് സ്വന്തമായിട്ട് ചവിട്ടാൻ രൂപത്തിൽ. ഇവിടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ വലിയൊരു ഏരിയ ഉണ്ട്. യാത്രയുടെ മുഷിപ്പ് ഒഴിവാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾ ബോഡി മസാജർ ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ കയറിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ഫുൾ ബോഡി മസാജ് ചെയ്തു. അവിടുന്ന് നേരെ മൈസൂർ സൂ പിടിച്ചു. അടുത്തായിട്ട് മൈസൂർ സൂ. പോയേക്കാം. ഫസ്റ്റ് ടൈം ഞാൻ മുന്നൊരിക്കൽ ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോയി കയറാതെ. സൂവിൻ്റെ അടുത്ത് ഒരുപാട് ഹോട്ടലുകളുണ്ട്. അതിൽ നല്ല തിരക്കുള്ള ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഭയങ്കര റഷ് ആളുകളായിട്ട്. അപ്പോൾ നല്ല ഫുഡായിരിക്കും എന്നുള്ള നിലക്ക് നമ്മൾ കയറിയ ഒരു ഹോട്ടലാണിത്. ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. കണ്ടിട്ട് മഞ്ഞച്ചോറ് മാറിയുണ്ട്. എന്താ അഭിപ്രായം? നോക്കാം. സമാന ബിരിയാണി ഒരു പെട്ട മോച്ചായുണ്ടല്ലോ. നോക്കാം. രണ്ടു വാക്ക് ജെനുവിൻ റിവ്യൂ. ഇതിൽ ബിരിയാണിനെ പറ്റിയൊന്നും പ്രതിപാദിപ്പിക്കുന്നില്ല. മഞ്ഞച്ചോറ് എന്ന് പറയും, പേര് മാത്രമേ ഉള്ളൂ. കിട്ടിയത് തിന്നാം. ആദ്യം ഇങ്ങോട്ട് വന്ന് കുറേ കുട്ടികളെ കണ്ട്. അപ്പോൾ ഡ്രസ്സൊന്നും പോരാ, നിങ്ങൾ ഗ്ലാമറാണെന്ന് പറഞ്ഞു. അത് പുതിയ കോസ്റ്റ്യൂം ഇട്ടിട്ട് രണ്ടാമത് പിന്നെ വരാം. ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. ചില്ലറ തിരക്കൊന്നുമല്ല. ഇവിടെ മയിലുകളുണ്ട്. എൻ്റെ ഉള്ളില് മൊത്തത്തിൽ ഫുള്ള് പച്ചപ്പ് ഊഷ്മളതയാണല്ലേ. ശബാൻ എന്താ പറയാണ്ട്? എല്ലാവരും കൂട്ടി
ഒരാൾ മാത്രം ശരിയാണ്. ഇവിടെ ഒരു മൈൽ പുറത്തുണ്ട്. സൂവിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാര്യമായിട്ട് റീല് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഫുള്ളായിട്ടില്ല. പാമ്പുകളുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സൂ സത്യം പറഞ്ഞാൽ ഇത്രയ്ക്ക് വലുതാണ്, ഇത്രമാത്രം സ്പേസ് അതിൻ്റെ ഉള്ളിലുണ്ട്, ഇത്രമാത്രം മൃഗങ്ങളുണ്ട്, ഇത്രമാത്രം എക്യുപ്ഡ് ആണെന്നുള്ളൊരു വിവരം എനിക്ക് ഫസ്റ്റ് ടൈം ഇല്ല. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അത് സൂപ്പറാണ്. അതായത് വലിയൊരു ലോകം തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് ഞാൻ ജീവിതത്തിൽ പല അനിമൽസിനെയും ഫസ്റ്റ് ടൈം ഇവിടുന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ പൊതുവെ ഇപ്പോൾ തൃശ്ശൂർ സൂവിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ മുന്നേ. അപ്പോൾ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചില അനിമൽസ്, അപ്പോൾ അധികം അനിമൽസിനെ കണ്ടാൽ എല്ലും തൂലായിട്ട് അല്ലെങ്കിൽ ഒരു ആവതില്ലാതെ അങ്ങനെയാണ് പൊതുവേ കാണാറ്. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെയല്ല. എല്ലാം അതിൻ്റേതായ ആരോഗ്യത്തോടു കൂടെ നല്ല കട്ടിങ്സിൽ, നല്ല തണ്ടും തടിയിൽ നല്ല ആരോഗ്യത്തോടെ ഫ്രീ ആയിട്ട് ഒഴിഞ്ഞ് നടക്കുന്ന രൂപത്തിലാണ് മൈസൂർ സൂവിൽ എല്ലാ അനിമൽസും എല്ലാ ബേർഡ്സും എല്ലാ മൃഗങ്ങളും ഉള്ളത്. കാർട്ടൂണിൽ മാത്രം കണ്ടു പരിചയമുള്ള ബ്ലാക്ക് പാന്തറാണ് ആ കിടക്കുന്നത്. ഒരുവിധം എല്ലാ ടൈപ്പ് അനിമൽസും ഇവിടെ ഉണ്ട്. അനിമൽസ് മാത്രമല്ല, ബേർഡ്സ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, മരങ്ങളിൽ വള്ളത്തിലുള്ള ജീവികളുണ്ട്, പാമ്പുകളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട്. ഞങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം അവിടെ ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കയറിയിട്ട് ഏകദേശം ഒരു സൂ ക്ലോസ് ചെയ്യണം. അതായത് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മരുവാൻ കൊടുക്കുന്നവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സൂ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അതന്നെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടല്ല, സമയം കൊണ്ട് ക്ലോസ് ആയതുകൊണ്ട് ഇറങ്ങേണ്ടി വന്നു. ഇവിടെ തന്നെ കുറേ ഇൻ ദ വേർജ് ഓഫ് എക്സ്റ്റൻഷൻ എന്നുള്ള മോഡലിൽ കുറേ അനിമൽസ് നിൽക്കുന്നുണ്ട്. അതായത് ഈ വൺ ഹോൺഡ് റൈനൊക്കെ സൂവിൽ കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും ഈ ഹോട്ടലുകളും അല്ലെങ്കിൽ അവരുടെ പേരുകളൊക്കെ ജെനുവിൻ റിവ്യൂ ഒക്കെ അത് അങ്ങനെ തന്നെ ഇടാൻ കാരണം ഞങ്ങൾ വിട്ടതുപോലെ ഇത് കാണുന്ന വ്യൂസ് പെടണ്ട എന്നുള്ള നിലക്കാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ആ മഞ്ഞച്ചോറ് കഴിച്ചത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ആ മഞ്ഞച്ചോറ് ഒറ്റ മനുഷ്യൻ നല്ല ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ കേട്ടോ. 5 പൈസക്കില്ല. സൂന്ന് അങ്ങനെ നമ്മൾ നേരെ മൈസൂർ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. മൈസൂർ എത്തുന്നതിൻ്റെ ഒരു 5 കിലോമീറ്ററോളം മുന്നേ ആൾമോസ്റ്റ് നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട് പരിപാടികളുടെ തുടക്കം. നമ്മുടെ നാട്ടിൽ നബിദിനൊക്കെ വരുമ്പോൾ നമ്മൾ അലങ്കരിക്കുന്നത് പോലെ ഫുൾ ബൾബാണ്, ഫുൾ കളറ്, പല ജാതി വെറൈറ്റികൾ, പല ഡിസൈനുകൾ. മൈസൂർ സെൻറ്ററിൽ നിന്ന് 5-6 റോഡ് അതിന് ചുറ്റുമായിട്ട് പോകുന്നുണ്ട്. 6-8 റോഡുകൾ പോകുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. എന്നാലും ഓരോ റോഡിലും ഓരോ മോഡൽ ഡിസൈൻസ്. ഒന്നുമില്ല പൂവാണെങ്കിൽ, ഒന്നുമില്ല കിളി, ഒന്നുമില്ല ബട്ടർഫ്ലൈ, അങ്ങനെ പല ജാതി സാധനങ്ങൾ വെച്ചിട്ട് ബൾബ് കൊണ്ട് ഡിസൈൻസ് ഉണ്ടാക്കിയിട്ട് ഒരു തല മുതൽ മറ്റേ തല വരെ. അത് കഴിഞ്ഞിട്ട് നോർമൽ സ്ക്രീനിൽ കാണുന്നത് പോലെ മാലകളായിട്ടും റോഡ് കംപ്ലീറ്റ് ലൈറ്റാണ്. ഭയങ്കര റഷാണ്, ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും. നമ്മൾ റീലും കണ്ടിട്ട് മോട്ടറായിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ കറക്റ്റ് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ശരിക്ക് നമ്മൾ സൂവിൽ നിൽക്കുന്ന സമയത്ത് എയർഫോഴ്സിൻ്റെ ഒരുപാട് പരിപാടികൾ, വിമാനം വെച്ചിട്ട് ഉള്ള കുറേ കലാപരിപാടികൾ നമ്മൾ സൂവിൻ്റെ മേലെ നിന്ന് കാണുന്നുണ്ടായി. അപ്പോൾ അത് ശരിക്കും പാലസിൻ്റെ അടുത്ത് 4 മണി, ഈവനിങ് 4 മണിക്ക് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് മിസ്സായി ചുരുക്കി പറഞ്ഞാൽ. അതേപോലെ തന്നെ കുറേ കൾച്ചറൽ ഫെസ്റ്റിവൽ, ബൈക്കുകളായിട്ടുള്ള സ്റ്റണ്ട് പ്രോഗ്രാംസ്, പിന്നെ ഈ ഡ്രോൺ ഷോട്ട്, പാലസിന് മുമ്പ് കൂടെ ആനകൾ വരുന്നത്, കുതിരകൾ വരുന്നത്, മിലിറ്ററി പോലത്തെ പോലീസിൻ്റെ പരേഡുകൾ, ഇതൊക്കെ പല ജാതി സ്ഥലത്താണ് എന്നുള്ള വിവരം ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ മൈസൂർ സിറ്റിയിലെത്തി. ഫസ്റ്റ് ദിവസം ഒരുപാട് കറങ്ങുക ചെയ്തത്. അതായത് വെറുതെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുക. പ്രത്യേകിച്ച് അതുകൊണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ദസറ ഫുള്ള് കളറാ, മൊത്തത്തിൽ കളറാ. റോഡ്, നാട്, നാട്ടാർ, ഫുൾ കളർ. ഞങ്ങൾ മാക്സിമം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി. ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം നടന്നു. മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. പ്രോഗ്രാമിൻ്റെ നൈറ്റ് ഫുഡ് അടിച്ചു. വണ്ടി പാർക്കിംഗ് ഏരിയയിലായിരുന്നു ഇട്ടിരുന്നത്. ഞങ്ങൾ എക്സ്പെൻസ് കുറക്കാന്നുള്ള ഉദ്ദേശം കാർ എടുക്കുന്നതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ തന്നെയാണ് ഫസ്റ്റ് ഡേയിൽ സ്റ്റേ ചെയ്തത്.